The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. ഹരി ഓം, നമസ്തേ. എസ് കെ പൊറ്റക്കാടിൻ്റെ ദേവിശ്രീ എന്ന യാത്രയ്ക്ക് ശേഷം, ബാലി ദേശത്തിലെ യാത്രയ്ക്ക് ശേഷം ഇന്ന് നമ്മൾ പുതിയ ഒരു പാഠത്തിലേക്ക് കടക്കുകയാണ്. അദ്യ പ്രഭൃതി വയം നൂതനം ഏകം പാഠം പഠാമഹ. അസ്യ നൂതനസ്യ പാഠസ്യ നാമ മാകന്ദമഞ്ജരി. മാകന്ദമഞ്ജരി ഇത്യസ്തി നൂതനപാഠസ്യ നാമ. നൂതനപാഠപ്രവേശാത് പൂർവം തദ്വിഷയകം കിഞ്ചിത് ആമുഖം യാവത് ശൃണുമഃ. നമുക്ക് അതുമായി ബന്ധപ്പെട്ടൊരു കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. നമ്മൾ ഈ ട്രാൻസ്ലേറ്റഡ് കൃതികൾ കണ്ടിട്ടുണ്ടോ? അതായത് പുസ്തക വായന ശീലമാക്കിയവർക്ക് എപ്പോഴും അത്ഭുതം തോന്നിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങൾ. എന്താ അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, അതായത് കവി എഴുതിയിട്ടുള്ള ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു ഭാഷയിലേക്ക് ആ പുസ്തകത്തെ അതിൻ്റെ അന്തസ്സത്ത, അതിൻ്റെ ആത്മാവ് ചോർന്നു പോവാതെ മൊഴിമാറ്റം ചെയ്യുക, ഭാഷാന്തരണം ചെയ്യുക എന്നുള്ളതാണ് ട്രാൻസ്ലേഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലേ? വിവർത്തനം അല്ലെങ്കിൽ തർജ്ജമ എന്ന് മലയാള ഭാഷയിൽ പൊതുവെ നമ്മൾക്ക് കാണാൻ കഴിയും. സംസ്കൃതത്തിൽ അതിന് അനുവാദ എന്ന് പറയും. അപ്പോൾ ഈ അനുവാദം ചെയ്യപ്പെട്ട മറ്റൊരു ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഗ്രന്ഥങ്ങളുടെ പ്രത്യേകത എന്താണ്? എന്താ അതിൻ്റെ ആവശ്യം എന്നാണെന്നുണ്ടെങ്കിൽ, ചിലപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ ഭാഷയിൽ ഒരു പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്ന അനുഭവം നമ്മൾ അത്രത്തോളം ഫെമിലിയർ അല്ലാത്ത മറ്റൊരു ഭാഷയിൽ വായിക്കുമ്പോൾ കിട്ടില്ല, അല്ലേ? ഇപ്പം നമ്മളൊരു സിനിമ കാണുകയാണെങ്കിൽ തന്നെ നമ്മൾക്ക് അറിയാവുന്നൊരു ഭാഷയാണെങ്കിൽ കിട്ടുന്ന അത്രയും ഇമ്പാക്റ്റ് അറിയാത്തൊരു ഭാഷയ്ക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അത് നമുക്ക് ഏത് ചെറിയ കാര്യങ്ങളിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മൾ എങ്ങനെയാണോ നമുക്ക് അറിയാവുന്ന ഒരു ഭാഷയിൽ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, അതിനേക്കാൾ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് അത്രത്തോളം അറിവില്ലാത്തൊരു ഭാഷയിൽ ഒരു കാര്യത്തെ മനസ്സിലാക്കുന്നത് എന്നതുകൊണ്ട് തന്നെ മൊഴിമാറ്റം ചെയ്യപ്പെടുന്ന പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് നമുക്കറിയാത്ത മറ്റൊരു ഭാഷയിൽ നിന്ന് നമ്മുടെ ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെടുന്ന പുസ്തകങ്ങൾ നമുക്ക് വലിയ ആനന്ദം നൽകുന്നവയാണ്, അല്ലേ? വലിയ സന്തോഷം നൽകുന്നവയാണ്. ഞാനൊക്കെ അങ്ങനത്തെ പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ്. ഞാനൊരിക്കലും ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെ ഒറിജിനൽ പുസ്തകങ്ങളെടുത്ത് ഞാൻ വായിക്കാറില്ല. കാരണം എന്താണെന്ന് എനിക്കറിയില്ല, ഇംഗ്ലീഷ് വായിക്കുമ്പോൾ അത്രത്തോളം എനിക്കത് ടച്ചിങ് ആയിട്ട് തോന്നാറില്ല. എൻ്റെ കഴിവുകേട് കൊണ്ടായിരിക്കാം. എനിവേ, പക്ഷേ അതേ പുസ്തകത്തിൻ്റെ മലയാള വിവർത്തനം, നല്ല വൃത്തിയായി വിവർത്തനം ചെയ്തിട്ടുള്ള വിവർത്തനങ്ങൾ എടുത്ത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ പുസ്തകം ഇംഗ്ലീഷിനേക്കാൾ കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്താറുമുണ്ട്. പ്രത്യേകിച്ച് അമീഷിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ, ശിവ ട്രോളജിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വായിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ ഇംഗ്ലീഷും ഞാൻ വായിച്ചു, മലയാളവും ഞാൻ വായിച്ചു. പക്ഷേ ഇംഗ്ലീഷിനേക്കാൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് മലയാളമാണ്. എന്തുകൊണ്ടായിരിക്കാം? നമ്മൾ ചിന്തിക്കുന്ന ഭാഷ മലയാളമാണ്, അല്ലേ? നമ്മൾ ഏത് കാര്യവും പറയുമ്പോൾ വേറൊരു ഭാഷയിലാണ് പറയണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? നമ്മൾ ആദ്യം മലയാളത്തിൽ ചിന്തിക്കും, എന്നിട്ട് അതിനെ മറ്റൊരു ഭാഷയിലേക്ക് മാറ്റിയിട്ട് പറയും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുന്ന ഭാഷയിൽ തന്നെ നമുക്ക് വായിക്കാൻ കിട്ടുകയാണെങ്കിൽ എന്തായാലും നമുക്ക് വായിക്കുന്ന പുസ്തകം കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ വിവർത്തനം ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. മലയാളത്തിൽ രചിക്കപ്പെട്ട ഒരു കവിതയെ സംസ്കൃതത്തിലേക്ക് മൊഴിമാറ്റിയിരിക്കുക. അപ്പോൾ മലയാളത്തിൽ രചിക്കുമ്പോൾ തന്നെ മലയാളത്തിൽ കവിത എന്ന് പറയുന്ന ശാഖ വളരെ വിശാലമായിരുന്ന ശാഖയാണ്, അല്ലേ? പണ്ട് കാലം മുതൽ ചെറുശ്ശേരി തൊട്ട്, അല്ലെങ്കിൽ തുഞ്ചത്ത് എഴുത്തച്ഛൻ തൊട്ട്, രാമായണം തുടങ്ങിയാൽ കൃഷ്ണഗാഥ മുതൽ പിന്നീട് അങ്ങോട്ട് ആശാൻ, ഉള്ളൂർ, അല്ലെങ്കിൽ വള്ളത്തോൾ,
അതിനുശേഷം ആധുനിക കാലഘട്ടത്തിലെ ഉത്തരാധുനിക കവികൾ വരെ എത്തി നിൽക്കുന്ന കവിതാ സാഹിത്യം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വലിയ മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് വളർച്ചയും ഉണ്ടായിട്ടുണ്ട് അല്ലേ. മലയാളത്തിൻ്റെ കവിതാ സാഹിത്യ ശാഖ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് വളർച്ച ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പഴയ കാലത്തിൻ്റെ കവിതാ രീതി ഇന്നൊട്ടും കാണാൻ നമുക്ക് സാധിക്കില്ല. ഒരിടത്തും നമുക്ക് ആ കവിതാ രീതിയിലുള്ള കവിതകൾ കാണാൻ സാധിക്കില്ല. പണ്ടൊക്കെ സംസ്കൃത കാവ്യങ്ങളോട് സാദൃശ്യം പുലർത്തിയിരുന്ന 4 വരികളിൽ അർത്ഥത്തെ ഒതുക്കുന്ന ശ്ലോക രൂപങ്ങളിലുള്ള ശ്ലോക സമാഹാരങ്ങളായിട്ടുള്ള ഗ്രന്ഥങ്ങളായിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ കുമാരനാശാൻ്റെ ഗ്രന്ഥങ്ങൾ, കവിതാ സമാഹാരങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം അതിൽ ഓരോ കവിതയും, ലീല, നളിനി, വീണപൂവ്, കരുണ, ഇതെല്ലാം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതെല്ലാം ഓരോ ശ്ലോകങ്ങളെ ഉൾക്കൊള്ളുന്നവയാണ്. എന്നാൽ അതിൽ നിന്നൊരല്പം വ്യത്യാസമൊക്കെ ആയിട്ട് മറ്റുള്ള പല കാലഘട്ടങ്ങളിലായിട്ട് കൃതികൾ മാറി വന്നിട്ടുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കവിതാ സാഹിത്യം മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശാഖയായിരുന്നു. ഒരു പക്ഷേ മറ്റുള്ള ഭാഷകളിലൊന്നും ഈ ഗദ്യ സാഹിത്യത്തിന്, അതായത് കഥാ നോവൽ എന്ന് പറയുന്ന സാധനത്തിന് കിട്ടുന്ന അത്രയും തന്നെ പ്രചാരം കവിതയ്ക്കും കിട്ടിയിട്ടുള്ള ഒരു ഭാഷ മലയാളമാണെന്ന് പറയുന്നതിൽ നമുക്ക് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. കാരണം മലയാളത്തിലെ കവികൾ എല്ലാ കാലവും ഗദ്യസാഹിത്യത്തിനോടൊപ്പം പിടിച്ചു നിൽക്കുന്നവരായിരുന്നു. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗദ്യസാഹിത്യം പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. നമ്മൾ പ്രോസാണ് വായിക്കുന്നത്, ഗദ്യമാണ് വായിക്കുന്നത്. അത് വായിക്കാനായിരിക്കും പൊതുവെ കൂടുതൽ പേരും ഇഷ്ടപ്പെടുന്നുണ്ടാവുക. അതിനോടൊപ്പം പദ്യസാഹിത്യത്തെയും പിടിച്ചു നിർത്തണമെങ്കിൽ കവികൾ അത്രത്തോളം പ്രതിഭാധനന്മാരായിരിക്കണം. അതിനനുസരിച്ചുള്ള പ്രതിഭയുള്ള കവികൾ തന്നെയായിരുന്നു മലയാളത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് കൊണ്ട് മലയാളത്തിൻ്റെ കവിതാ സാഹിത്യവും ഗദ്യസാഹിത്യത്തെ പോലെ തന്നെ പ്രധാനപ്പെട്ടൊരു സ്ഥാനത്തെ വഹിക്കുന്നതാണ്. ഈ മലയാള കവിതാ സാഹിത്യത്തിൻ്റെ ഒരു കാലഗണന എടുത്തു നോക്കിയാൽ അതിലെ പ്രധാനപ്പെട്ട കവികളിൽ ഒരാളായിരുന്നു വയലോപ്പള്ളി ശ്രീധരമേനോൻ. വയലോപ്പള്ളി ശ്രീധരമേനോൻ, ഈ വയലോപ്പള്ളി ശ്രീധരമേനോൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കവിത, ആ കവിതയുടെ പേര് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ സസ്പെൻസ് പോകും. ആ കവിത കേൾക്കാത്തവരായിട്ട് മലയാളികളിൽ ആരും ഉണ്ടാവില്ല. ഈ പുതിയ തലമുറയ്ക്ക് അത് ഇത്തിരി അപരിചിതമായിരിക്കും. മുൻപൊക്കെ കലോത്സവ വേദികളിൽ മലയാളം പദ്യം ചൊല്ലൽ മത്സരമുണ്ടെങ്കിൽ 10 പേര് മത്സരിക്കുന്നുണ്ടെങ്കിൽ അതിൽ 6 പേരും ചൊല്ലുന്ന കവിത ഈ കവിതയായിരിക്കും. ഈ കവിതയുടെ പേരിലാണ് മലയാളത്തിൽ ആദ്യമായി കവിതകൾ ചൊല്ലുന്നതിനായിട്ട് ഒരു എക്സ്ക്ലൂസീവ് റിയാലിറ്റി ഷോ ഉണ്ടായപ്പോൾ ഈ കവിതയുടെ പേരാണ് അവിടെ റിയാലിറ്റി ഷോയ്ക്ക് പോലും കൊടുത്തത്. അത്രത്തോളം പ്രശസ്തമായ കവിതയാണ്. ആ കവിതയുടെ പേരെന്താ അപ്പോൾ? മാമ്പഴം. മാമ്പഴം എന്നാണ് ആ കവിതയുടെ പേര്. മാമ്പഴം എന്ന കവിത, ആ കവിതയുമായി ബന്ധപ്പെട്ടിട്ടാണ്, അല്ലെങ്കിൽ ആ കവിതയുടെ അതേ പേരിലാണ് കൈരളി ചാനലിൽ കവിതകൾക്ക് വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് റിയാലിറ്റി ഷോ തുടങ്ങിയത്. അപ്പോൾ അത്രയും പ്രശസ്തമായ വയലോപ്പള്ളി ശ്രീധരമേനോൻ രചിച്ച മാമ്പഴം എന്ന കവിതയുടെ സംസ്കൃത അനുവാദമാണ് നാം ഇന്നത്തെ ക്ലാസ്സിൽ ആരംഭിക്കാനിരിക്കുന്നത്. ഓക്കെ, സംസ്കൃത ഭാഷയിലേക്ക് അത് തർജ്ജമ ചെയ്തതാണ് നാം ആരംഭിക്കുന്നത്. നമുക്ക് ആ പാഠത്തിൻ്റെ ആമുഖം ഒന്നാദ്യം വായിച്ചു നോക്കാം. സംസ്കൃത സാഹിത്യം വിവിധൈഃ കാവ്യവിഭാഗൈഃ സമ്പന്നം ഭവതി. തഥാ ഭാഷാന്തരേഭ്യഃ അനൂദിതാഭിः കൃതിഭിः അപി സംസ്കൃതഭാഷ സുസമ്പന്ന. ഈദൃശേന അനുവാദേന ഭാഷയോരുഭയോः ശൈലീഭേദः അവഗന്തും ശക്യത്തെ സഹൃദയൈः. കാളിദാസാദീനാം മഹാകവീനാം കൃതയः വർഷേഭ്യः പൂർവമേവ കേരളകാളിദാസാദിഭിः കൈരല്യ അനൂദിതാः. സംസ്കൃത സാഹിത്യം വിവിധൈഃ കാവ്യവിഭാഗൈഃ സമ്പന്നം ഭവതി. സംസ്കൃത സാഹിത്യമണ്ഡലം താവത് വിശ്വേ പുരാതനതമം, അതിപുരാതനതമം ഭവതി സംസ്കൃത വാങ്മയ. സംസ്കൃത സാഹിത്യം എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും ഏൻഷ്യൻ്റ് ആയിട്ടുള്ള സാഹിത്യം. അതിൽ സംശയമേ വേണ്ട. അതിലും മുൻപ് ഏതെങ്കിലും ഒരു സാഹിത്യം ഉണ്ടായിരുന്നു എന്നുള്ളത് വിശ്വസിക്കാൻ പോലും നമുക്ക് കഴിയില്ല. അത് വിശ്വസിക്കാവുന്ന ഒരു തെളിവും നമ്മുടെ കയ്യിലില്ല. നമ്മൾ ഇന്ന് കണക്കാക്കുന്ന വേദിക് പീരീഡ് തന്നെ മിനിമം 12,000 വർഷം പഴക്കമുള്ളതാണ്. ആ 12,000 വർഷം പഴക്കമുള്ള മറ്റൊരു സിവിലൈസേഷനോ അവിടെ ഉണ്ടായിരുന്ന ഒരു സാഹിത്യമോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സംസ്കൃത സാഹിത്യം അതിപുരാതനമാണ്, അത്രയും പഴക്കമാണ്. അതുകൊണ്ട് തന്നെ അതിൽ അത്രത്തോളം വെറൈറ്റീസും ഉണ്ട്. അപ്പം സംസ്കൃതത്തിൽ പ്രധാനമായിട്ട് കാവ്യങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ദൃശ്യകാവ്യം, ശ്രവ്യകാവ്യം. ദൃശ്യകാവ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്ന കാവ്യങ്ങൾ, അത് നാടകം
എന്നെടുക്കുകയാണെങ്കിൽ അതിലൊരു രൂപകം എന്ന് വെച്ചാൽ ആ രൂപകത്തെ നമുക്ക് 10 തിരിക്കാൻ പറ്റും. ആ 10 രൂപകങ്ങളെ പിന്നീട് ഉപരൂപകങ്ങൾ 18 വെച്ചിട്ട് വീണ്ടും 18 തിരിക്കാൻ പറ്റും. അവയിൽ പിന്നീട് ഭേദങ്ങളെ കൊണ്ടുവന്ന് അതിൽ കഥാപാത്രങ്ങളുടെ എണ്ണവും അംഗങ്ങളും എല്ലാം ചേർത്ത് വരുമ്പോൾ അതിലും ഒരുപാട് ഭേദങ്ങൾ ഉണ്ടാക്കാം. സിമ്പിളായിട്ടുള്ള ദൃശ്യകാവ്യത്തിൻ്റെ രൂപകം എന്ന ആ പ്രഭേദത്തിൽ മാത്രം എടുക്കുകയാണെങ്കിൽ. ശ്രവ്യകാവ്യത്തെ വീണ്ടും നമുക്ക് 3 തിരിക്കാം. ശ്രവ്യകാവ്യത്തിൽ ഒന്ന് ഗദ്യം, മറ്റേത് പദ്യം, മൂന്നാമത്തേത് ചമ്പു. ഗദ്യകാവ്യത്തെ മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കഥ, ആഖ്യായിക എന്ന് പ്രധാനമായിട്ട് തിരിക്കുക. കഥ ചെറുത്, ആഖ്യായിക നോവൽ പോലെ വലുത്. പിന്നെ അതിലും ഒരുപാട് വ്യത്യാസങ്ങൾ വരും. ശ്രവ്യകാവ്യത്തിൽ തന്നെ പദ്യവിഭാഗത്തെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പദ്യത്തിൽ മുക്തകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശ്ലോകം കൊണ്ട് പൂർണ്ണമായ അർത്ഥത്തെ പറയുന്നത് തൊട്ട് അധ്യായങ്ങളെ കൊണ്ട് മഹത്തായിട്ടുള്ള അർത്ഥത്തെ പറയുന്ന ഒരു വംശാവലിയെ മുഴുവൻ പറയുന്ന മഹാകാവ്യങ്ങൾ വരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുക്തകം, യുഗ്മകം, അതുപോലെ മഹാകാവ്യം, ഖണ്ഡകാവ്യം എന്നൊക്കെ പറഞ്ഞ് ആ പദ്യകാവ്യത്തിലും ഒരുപാട് ഭേദമുണ്ട്. അത് കഴിഞ്ഞാൽ ഗദ്യത്തെയും പദ്യത്തെയും മിക്സ് ചെയ്തുകൊണ്ട് ചമ്പു എന്നൊരു ഭേദമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സംസ്കൃത കാവ്യത്തിൻ്റെ വെറൈറ്റീസ് വളരെ കൂടുതലാണ്. അതാണ് അവിടെ പറയുന്നത്. സംസ്കൃത സാഹിത്യം വിവിധൈഹി കാവ്യ വിഭാഗൈഹി സമ്പന്നം ഭവതി. ഈ സംസ്കൃത സാഹിത്യം എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളാകുന്ന കാവ്യ വിഭാഗങ്ങളെ കൊണ്ട് സമ്പന്നമാണ്. തഥാ അതുപോലെ തന്നെ ഭാഷാന്തരേഭ്യ അനൂദിതാഭിഹി കൃതിഭിഹി അപി സംസ്കൃത ഭാഷ സുസമ്പന്ന. സംസ്കൃതഭാഷായാം ന കേവലം സംസ്കൃതഭാഷായാः കാവ്യശകലാനി വർത്തन्ते അപിതു അന്യാസു ഭാഷാസു യാः കൃതയः വിദ്യन्ते താസാം കൃതീനാം അനൂദിത കൃതയः അപി സംസ്കൃതഭാഷായാം അസ്തി. സംസ്കൃത ഭാഷയിൽ സ്വന്തമായി രചിക്കപ്പെട്ട കൃതികൾ മാത്രമല്ല ഉള്ളത്, മറ്റുള്ള ഭാഷകളിൽ മറ്റുള്ള ഭാഷകളിൽ രചിച്ചിട്ടുള്ള കൃതികളെ സംസ്കൃതത്തിലേക്ക് അനുവാദം ചെയ്യുക എന്ന് വെച്ചാൽ വിവർത്തനം ചെയ്തിട്ടുള്ള ഗ്രന്ഥങ്ങളും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളെ കൊണ്ടും സംസ്കൃത ഭാഷ സുസമ്പന്നയാണ്. ഈദൃശേന അനുവാദേന ഭാഷയോരുഭയോ ശൈലീഭേദ അവഗന്തും ശക്യത്തെ സഹൃദയൈഹി. പ്രധാനമായിട്ടുള്ള തർജ്ജമയുടെ ഗുണം എന്താ? ഒരു ഗ്രന്ഥത്തെ വിവർത്തനം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താ? ആദ്യത്തെ ഒരു ഗുണം നമ്മൾ പറഞ്ഞു, മറ്റേ ഭാഷയിൽ നമ്മൾ അത്രത്തോളം സൗണ്ട് അല്ല, നമുക്ക് അത്രത്തോളം അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഷയിൽ ആ ഗ്രന്ഥം ലഭിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഗുണം. 2 ഭാഷയും അറിയുന്ന ഒരാളാണെങ്കിലോ, ഇപ്പോൾ ഇംഗ്ലീഷും മലയാളവും അറിയുന്ന ഒരാൾ ഇംഗ്ലീഷിൽ ഒറിജിനലി എഴുതപ്പെട്ട പുസ്തകത്തെ മലയാളത്തിൽ വായിക്കുമ്പോൾ എന്താണ് അയാൾക്ക് മനസ്സിലാവുന്നത്? അയാൾ ഇംഗ്ലീഷും വായിച്ചു, മലയാളവും വായിച്ചു. എന്ത് മനസ്സിലായി? ഇംഗ്ലീഷിൻ്റെ സ്വരൂപം, ആ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷയുടെ സ്വത്വം എന്താണ്, അതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്ട്രക്ചർ എന്താണ്, അതിനെ മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ മലയാളത്തിൽ എന്തൊക്കെ പരിമിതികളുണ്ട്, അല്ലെങ്കിൽ മലയാളത്തിൽ എന്തൊക്കെ സാധ്യതകളുണ്ട്. അങ്ങനെ 2 ഭാഷകളെയും കൃത്യമായി താരതമ്യം ചെയ്തുകൊണ്ട് ഒരു ഭാഷ എത്രത്തോളം ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്ന് പഠിക്കാനും ഈ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഗ്രന്ഥങ്ങൾ വളരെയേറെ ഉപകരിക്കുന്നവയാണ്. കാളിദാസാദീനാം മഹാകവീനാം കൃതയഃ വർഷേഭ്യഃ പൂർവമേവ കേരള കാളിദാസാദിഭിः കൈരല്യ അനൂദിതാഃ. നമ്മൾ കഴിഞ്ഞ വർഷം കേരള കാളിദാസൻ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? AR രാജരാജവർമ്മയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിരുന്നു. അദ്ദേഹം കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നതിന് എന്തായിരുന്നു കാരണമെന്നാണ് നമ്മൾ പറഞ്ഞത്? കാളിദാസനാൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളെല്ലാം തന്നെ അദ്ദേഹം മലയാളത്തിലേക്ക് അനുവർത്തനം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം അതുകൊണ്ട് കേരള കാളിദാസാദിഭിः കൈരല്യ കാളിദാസാദീനാം മഹാകവീനാം കൃതയഃ വർഷേഭ്യഃ പൂർവമേവ അനൂദിതാഃ. കേരള കാളിദാസൻ മുതലായിട്ടുള്ളവരാൽ കാളിദാസൻ, യഥാർത്ഥത്തിലുള്ള കാളിദാസൻ മുതലായിട്ടുള്ളവരുടെ സംസ്കൃത കവികളുടെ സംസ്കൃത ഗ്രന്ഥങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മലയാളത്തിലേക്ക് അനുവാദം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തഥൈവ കുമാരനാശാൻ ഉള്ളൂർ പ്രഭൃതീനാം മഹാകവീനാം അന്യേഷാം ച രചനാഃ ഗൈർവാണ്യാച്ച അനൂദിതാഃ. നേരെ തിരിച്ചും സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുക മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്. കുമാരനാശാനെയും ഉള്ളൂരിനെയും പോലുള്ള മഹാകവികളുടെ, അതുപോലെ മറ്റുള്ള കവികളുടെയൊക്കെ രചനകളെ സംസ്കൃത ഭാഷയിലേക്കും നമ്മൾ അനുവാദം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുമാരനാശാൻ്റെ N. ഗോപാലപിള്ള എന്ന് പറയുന്ന ആ കവി കുമാരനാശാൻ്റെ കൃതികൾ സംസ്കൃതത്തിലേക്ക് അനുവാദം ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാളത്തിലേക്ക് സംസ്കൃതം ഗ്രന്ഥങ്ങളെയും അനുവാദം ചെയ്തിട്ടുണ്ട്, സംസ്കൃതത്തിലേക്ക് മലയാള കൃതികളെയും നമ്മൾ അനുവാദം ചെയ്തിട്ടുണ്ട്. ഇതാനീമപി വൃത്താനുവൃത്തം പദാനുപദം ആശയാനുസാരം ച സംസ്കൃത ഭാഷായാः ഇതര ഭാഷാസു
തഥാ ഇതരാഭ്യഃ സംസ്കൃതഭാഷായാം ച ഭാഷാന്തരീകരണം പ്രചലദസ്തി. ഇതാനീമപി, ഇന്ന് കാലത്തും വൃത്താനുവൃത്തം, സംസ്കൃത ഭാഷയിൽ എഴുതുന്ന എല്ലാ ഗ്രന്ഥങ്ങളിലും നമ്മൾ വൃത്ത നിഷ്ഠ പാലിക്കും അല്ലേ, ഒരു അക്ഷരവിന്യാസ ക്രമം നമ്മൾ സൂക്ഷിക്കും. അതേപോലെ തന്നെ അതേ വൃത്തത്തിൽ സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക്, മലയാളത്തിൽ നിന്ന് സംസ്കൃതത്തിലേക്ക് എന്ന വൃത്താനുവൃത്തം, പദാനുപദം, അതിനുപയോഗിച്ചിരിക്കുന്ന പദത്തിന് ചേരുന്ന കൃത്യമായ പദം, അതല്ലേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇംഗ്ലീഷിൽ എഴുതിയിട്ട് ഒരു വാക്യം എഴുതി, ആ വാക്യം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതേ അർത്ഥം വരുന്ന മറ്റൊരു വാക്യം ഉപയോഗിച്ചില്ലെങ്കിലോ മറ്റൊരു പദം ഉപയോഗിച്ചില്ലെങ്കിലോ പക്ക ഓപ്പോസിറ്റായി പോകില്ല, ആകെ വൃത്തികേടായി പോകും. അപ്പോൾ പദാനുപദം, എക്സാക്റ്റ് ആയിട്ട് ആ മീനിങ്ങിനെ കിട്ടുന്ന ഒരു പദം ഇവിടെ, അതുപോലെ ആശയം മാറാതെ ഒക്കെ അനുവാദം ചെയ്യുന്നത് സംസ്കൃത ഭാഷയിൽ നിന്ന് മറ്റു ഭാഷകളിലേക്കും മറ്റു ഭാഷകളിൽ നിന്ന് സംസ്കൃത ഭാഷകളിലേക്കും ഈ ഭാഷാന്തരീകരണം എന്നത് വളരെ വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുന്ന ഒരു സ്ഥിതിയാണ്. ഇനി ശ്രീമതഃ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ മഹാഭാഗസ്യ മാമ്പഴം നാമിക കവിത കൈരല്യാം പ്രഥിത അസ്തി. ശ്രീമാൻ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ മഹാഭാഗസ്യ, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എന്ന ആ മഹാശയൻ്റെ മാമ്പഴം നാമിക കവിത, മാമ്പഴം എന്ന പേരുള്ള കവിത കൈരല്യാം മലയാള ഭാഷയിൽ പ്രഥിത അസ്തി, പ്രഥിത അസ്തി, പ്രശസ്ത അസ്തി, വളരെ പ്രസിദ്ധയാണ്. മാതൃവാത്സല്യസ്യ അനുത്തമോദാഹരണത്വേന പ്രഥിതായാः കവിതായാः സ്വതന്ത്ര ആശയാനുവാദः ഏവ മാകന്ദമഞ്ജരി. ഈ മാതൃഭാഷയിൽ അതിൽ മലയാളത്തിൽ രചിക്കപ്പെട്ടപ്പോൾ ആ ഗ്രന്ഥം ഇത്രത്തോളം പ്രശസ്തമാവുന്നതിനുള്ള കാരണം ഈ ആകാശദൂത് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ടോ? ആകാശദൂത് പഴയ സിനിമയാണ്. ആ സിനിമ നിങ്ങളുടെ അമ്മയോടോ അച്ഛനോടൊക്കെ ചോദിച്ചു നോക്കൂ. ആ സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയും, ആ സിനിമ എപ്പോൾ കണ്ടാലും ആ സിനിമയുടെ അവസാനമാകുമ്പോഴേക്കും നമ്മൾ കരയും. അതെന്താണെന്നറിയില്ല. ആ സിനിമ എത്രയോ തവണ കണ്ടിട്ടുള്ളവരാണ്. പലരും ആ സിനിമ ഒരു തവണ കണ്ടതിന് ശേഷം രണ്ടാമത് കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണക്കാരുടെ വേദനകളെ പോലും ഒന്ന് ചൂഷണം ചെയ്ത് ആ വേദനയെ നമ്മുടെ വേദനയാക്കി മാറ്റി കരയിപ്പിക്കാൻ കഴിവുള്ളൊരു സിനിമയാണ് ആകാശദൂത് എന്ന സിനിമ. ആകാശഗംഗ എന്ന പ്രേത സിനിമയല്ല, ആകാശദൂത് എന്ന ഒരു കുടുംബചിത്രം. അതുപോലൊരു കവിതയാണ് മാമ്പഴം, അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചൊരു കവിതയാണ് മാമ്പഴം. ഞാൻ എന്തായാലും അതിന് താരതമ്യം ചെയ്യാൻ നിൽക്കുന്നില്ല, എൻ്റെ മികവിൻ്റെ താരതമ്യം ചെയ്യാൻ നിൽക്കുന്നില്ല. രണ്ടും ഒരുപോലെ മികച്ചതാണെന്ന് തന്നെ പറയാം, രണ്ടും കലാസൃഷ്ടികളല്ലേ. അപ്പോൾ ഈ മാമ്പഴം എന്നുള്ള കവിതയും ഒരമ്മയും അവരുടെ മകനും തമ്മിലുള്ള ഒരു ആത്മബന്ധമാണ് പറയുന്നത്. അതിൽ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ആ മാമ്പഴം എന്നുള്ള കവിത നമുക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ സസ്പെൻസ് കളയണ്ടല്ലോ, എന്താണ് സംഭവിക്കുന്നത്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, കേൾക്കാത്തവർക്ക് നമുക്ക് ഈ ക്ലാസ്സിൻ്റെ അവസാനത്തോടു കൂടി മാമ്പഴം മലയാളത്തിൽ കേൾക്കുകയും ചെയ്യാം. ഒരമ്മയ്ക്ക് തൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു മരം, ഒരു മാവ് മരം തൻ്റെ മകൻ്റെ ഓർമ്മകളായിട്ട് മാറുന്നതാണ് ആ കവിതയുടെ ഒരു സാമാന്യ പ്രമേയസ്ഥിതി. അത് കാണുമ്പോൾ ആ അമ്മയുടെ വാക്കുകൾ എന്താണോ അതിലൂടെയാണ് ഈ കവിത മുന്നോട്ട് പോകുന്നത്. അത്രയേ ഉള്ളൂ, ചെറിയൊരു കവിതയാണ്. അതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ഏതൊരമ്മയും തൻ്റെ കുഞ്ഞിനെ ഇത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. മാതൃവാത്സല്യസ്യ അനുത്തമ ഉദാഹരണത്വേന പ്രതിധായാഹ കേകാനാമ ഭാഷാവൃത്ത നിബദ്ധായാഹ അസ്യാഹ കവിതായാഹ സ്വതന്ത്ര ആശയ അനുവാദഃ ഏവ മാകന്ദമഞ്ജരി. മാതൃവാത്സല്യത്തിന് ഇതിലും നല്ല ഉദാഹരണം നൽകാനില്ല. അതാണ് അനുത്തമ ഉദാഹരണം. ഇതിനേക്കാൾ മികച്ചതില്ല എന്നുള്ളിടത്താണ് അനുത്തമം എന്നുള്ള ശബ്ദം വരിക. അനുത്തമ ഉദാഹരണമായിട്ട് പറയുന്ന കേക എന്ന ഭാഷാവൃത്തത്തിൽ, മലയാള ഭാഷയിൽ പ്രസിദ്ധമായിട്ടുള്ളൊരു വൃത്തമാണ് കേകാവൃത്തം. ആ കേകാവൃത്തത്തിൽ എഴുതിയിട്ടുള്ള ഈ കവിതയുടെ സ്വതന്ത്ര ആശയ അനുവാദം, സ്വതന്ത്രമായിരിക്കുന്ന ആശയ അനുവാദമാണ് മാകന്ദമഞ്ജരി എന്ന ഈ പാഠത്തിലുള്ളത്. ശ്രീമത ഹരിപ്രസാദ് കടമ്പൂർ മഹാഭാഗേന അനൂദിതായാഹ കവിതായാഹ കാശ്ചന പങ്ക്തയഃ അത്ര സമാകലിതാഹ. ശ്രീമാൻ ഹരിപ്രസാദ് കടമ്പൂർ എന്ന മാഷാണ്, ഇപ്പോഴും ഉള്ളൊരു മാഷാണ്. നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ചിലപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടാനുള്ളൊരു ഭാഗ്യം കിട്ടിയേക്കാം, സാധ്യതയുണ്ട്. അപ്പോൾ അദ്ദേഹത്താൽ രചിക്കപ്പെട്ടൊരു പുസ്തകമാണ്, രചിക്കപ്പെട്ട അനുവാദം ചെയ്യപ്പെട്ട ഗ്രന്ഥമാണ് ഈ മാകന്ദമഞ്ജരി എന്നുള്ളത്. അപ്പോൾ മലയാള ഭാഷയിൽ രചിക്കപ്പെട്ടിട്ടുള്ള കവിതകളിൽ
ഏറ്റവും പ്രശസ്തമായത് എന്ന വിശേഷണത്തിന് വരെ അർഹമായ ആ മാമ്പഴം എന്ന കവിത കേട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് നൽകുകയാണ്. മാമ്പഴം എന്ന കവിത കേൾക്കുകയും അത് ഫയലിലേക്ക് പകർത്തുകയും ചെയ്യുക, ആദ്യത്തെ കാര്യം. 2, മലയാള ഭാഷയിൽ നിന്ന് സംസ്കൃത ഭാഷയിലേക്ക് അനുവാദം ചെയ്യപ്പെട്ട ഗ്രന്ഥങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ ശ്രമിക്കുക. മലയാള ഭാഷയിൽ നിന്ന് സംസ്കൃത ഭാഷയിലേക്ക് അനുവാദം ചെയ്യപ്പെട്ട ഗ്രന്ഥങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ ശ്രമിക്കുക. 3, വയലോപ്പള്ളി ശ്രീധരമേനോൻ എന്ന മഹാകവിയുടെ, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയുടെ ഒരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. വയലോപ്പള്ളി ശ്രീധരമേനോൻ്റെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. മലയാളത്തിലുള്ള മാമ്പഴം എന്ന കവിത രേഖപ്പെടുത്തുക. 3, ഈ മാമ്പഴം എന്ന കവിത പോലെ മലയാള ഭാഷയിൽ നിന്ന് സംസ്കൃതത്തിലേക്ക് അനുവാദം ചെയ്യപ്പെട്ടതും സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് അനുവാദം ചെയ്യപ്പെട്ടതുമാകുന്ന ഗ്രന്ഥങ്ങളൊരു പട്ടിക തയ്യാറാക്കാൻ ശ്രമിക്കുക. അപ്പോൾ മാമ്പഴം എന്ന കവിതയിലേക്ക് പോവാം. ഈ കവിത പൂർണ്ണമായും കേട്ടിരിക്കുക. ഇന്നത്തെ കാലത്ത് ഇത്തരം കവിതകൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെ വലിയ ഭാഗ്യമാണ്. ഇതൊക്കെയാണ് ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ നൽകുന്ന ആനന്ദം മറ്റൊന്നിനും നൽകാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുക. ഇത്തരമൊരു അവസരം കിട്ടുമ്പോൾ ഇത് സ്കിപ്പ് ചെയ്തു പോകാൻ വളരെ എളുപ്പമാണ്. ഈ മാമ്പഴം ഞാനിപ്പോൾ പറഞ്ഞിടത്തുനിന്ന് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. പക്ഷേ ഇത് കാണുന്നവരിൽ അതിൻ്റെ മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. കവിത കേൾക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. രാം രാം. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴ്കെ അമ്മ തൻ നേത്രത്തിൽ നിന്നു തീർന്നു ചുടുകണ്ണീർ. 4 മാസത്തിൻ മുൻപിൽ ഏറെ നാൾ കൊതിച്ചിട്ടി ബാലമാകന്ദം പൂവിട്ടുണ്ണികൾ വിരിയവേ. അമ്മ തൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച പോൽ അമ്മലർ ചെണ്ടൊന്നൊടിച്ചാഹ്ലാദിച്ചടുത്തെത്തി. ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂവിറുത്തു കളഞ്ഞല്ലോ കുസൃതി കുരുന്നേ നീ. മാങ്കനി വീഴും നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നതു തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ. പൈതലിൻ ഭാവം മാറി വദനാംബുജം വാടി കൈതവം കാണാ കണ്ണുനീർത്തടാകമായി. മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല, മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല എന്നവൻ മാൻപെഴും മലർക്കുലയെറിഞ്ഞു വെറും മണ്ണിൽ. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. തുങ്കമാം മീനച്ചൂടാൽ തൈമാവിൻ മരതകിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുൻപേ മാങ്കനി വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിൻ്റെ പൂങ്കുയിൽ കൂടും വിട്ടു പരലോകത്തെ പൂക്കി. വാനവർ
കാരോമലായി പാരിനെ കുറിച്ചുദാസീനനായി ക്രീഡാരസലീനനായി അവൻ വാഴ്കേ. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴ്കെ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. തൻ മകന്നമുദേകാൻ താഴോട്ടു നിപതിച്ച പൊൻപഴം മുറ്റത്താർക്കും വേണ്ടാതെ കിടക്കവേ അയൽപ്പക്കത്തെ കൊച്ചു കുട്ടികൾ ഉത്സാഹത്തോടവർ തൻ മാവിൻ ചോട്ടിൽ കളിവീടുണ്ടാക്കുന്നു. പൂവാലനണ്ണാർക്കണ്ണ മാമ്പഴം തരികയെന്നു പൂവാളും കൊതിയോടെ വിളിച്ചു പാടിടുന്നു. ഉതിരും മധുരങ്ങളോടിച്ചെന്നെടുക്കുന്നു. മുതിരും കോലാഹലമംഗലധ്വാനത്തോടും വാസന്തമഹോത്സവമാണവർക്ക് വാസന്തമഹോത്സവമാണവർക്ക്. എന്നാലവൾക്കോ ഹന്ത കണ്ണീരിനാലന്ധമാം വർഷകാലം. പുരതോ നിസ്തബ്ധയായി തെല്ലിട നിന്നിട്ടു തൻ ദുരിതഫലം പോലുള്ള ആ പഴമെടുത്തവൾ തന്നുണ്ണിക്കിടാവിൻ്റെ താരുടൽ മറ ചെയ്ത മണ്ണിൽ താൻ നിക്ഷേപിച്ചു മന്ദമായേവം ചൊന്നാൾ. ഉണ്ണിക്കൈക്കെടുക്കുവാൻ ഉണ്ണിവായ്ക്കുണ്ണാൻ വേണ്ടി വന്നതാണീ മാമ്പഴം വാസ്തവമറിയാതെ. നീരസം ഭാവിച്ചു നീ പോയിതെങ്കിലും കുഞ്ഞേ, നീതു നുകർന്നാലേ അമ്മയ്ക്കു സുഖമാവൂ. പിണങ്ങിപ്പോയിടിലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങി കുണുങ്ങി നീ ഉണ്ണുവാൻ വരാറില്ലേ? വരിക കണ്ണാൽ കാണാൻ വയ്യാത്തൊരൻ കണ്ണനെ, തരസാ നുകർന്നാലും തായ തൻ നൈവേദ്യം നീ. ഒരു തൈ കുളിർക്കാറ്റായരികത്തണഞ്ഞ്, ഒരു തൈ കുളിർക്കാറ്റായരികത്തണഞ്ഞ് അപ്പോളരുമക്കുഞ്ഞിൻ പ്രാണൻ അമ്മയെ ആശ്ലേഷിച്ചു.